ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ, വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു കുട്ടി എൻ്റെ ഈവനിങ് വ്ളോഗാണ്, ഒരു കുട്ടി ഈവനിങ് ഡേ ആണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. സാധാരണ എൻ്റെ ഒരു വൈകുന്നേര ദിവസം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കേട്ടോ. അതായത് ഞാൻ വർക്കും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് 5 മണിക്ക് ഞാൻ ഇറങ്ങും. ചിലപ്പോൾ അത് 5:30 പോകാറുണ്ട്. അപ്പോൾ ആ ടൈമിൽ ഇറങ്ങിയതിന് ശേഷം ഞാൻ നേരെ പോയിട്ട് കുളിക്കും മീൻസ് ജസ്റ്റ് ചിലപ്പം മേല് മാത്രം കഴുകുമായിരിക്കും, മേല് കഴുകുമായിരിക്കും ചെയ്യുന്നത്. ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ ഒരു കുളിയും പാസ്സാക്കാറുണ്ട്. അപ്പോൾ അത് എൻ്റെ ഒരു മൂഡ് പോലെ ഇരിക്കും, എങ്ങനെയാണ് എന്നുള്ള എൻ്റെ ഒരു മൂഡ് പോലെ ഇരിക്കും ഞാൻ ഹെയർ വാഷ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഹെയർ വാഷ് ചെയ്തിട്ടില്ല, ഞാൻ ജസ്റ്റ് ദേഹം മാത്രമാണ് കഴുകിയിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഞാൻ പിന്നെ ഫേസിൽ ഞാൻ വേറെ ഒന്നും യൂസ് ചെയ്യാറില്ല. ഈ ഇടയായിട്ട് എനിക്ക് വന്നിട്ട് ഏത് മോയ്സ്ചറൈസർ യൂസ് ചെയ്താലും അത്യാവശ്യം എൻ്റെ നല്ല ഡ്രൈ സ്കിന്നാണ്. അപ്പോൾ എന്തെങ്കിലും മോയ്സ്ചറൈസർ യൂസ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ എന്ത് യൂസ് ചെയ്താലും എനിക്ക് അത്യാവശ്യം നല്ല രീതിക്ക് അലർജിക്ക് ആവുന്നുണ്ട്. പിമ്പിൾസും ഒക്കെ നല്ല തരി പോലത്തെ പിമ്പിൾസില്ലേ, അപ്പോൾ അതാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഞാനിപ്പം നാച്ചുറൽസിൻ്റെ അലോവേറ മാത്രമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഫേസിൽ വേറെ ഒന്നും തന്നെ ഞാൻ യൂസ് ചെയ്യാറില്ല. ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് തന്നെ എന്തേലും ഒരു മോയ്സ്ചറൈസിങ് പോലെ അത് യൂസ് ചെയ്യണമെന്നോ എന്ന് ഓർത്തിട്ട് ഞാനിപ്പം അലോവേറ യൂസ് ചെയ്യുന്നുണ്ട്. അത് യൂസ് ചെയ്ത് തുടങ്ങിയിട്ട് എനിക്ക് ഇപ്പം അത്യാവശ്യം വലിയ പ്രശ്നമില്ല. അത്യാവശ്യം പിമ്പിൾസ് പോയിട്ടുണ്ട്. ഇനിയിപ്പം ആ ഒരു പിമ്പിൾ വന്ന മാർക്സ് അവിടെ ഉണ്ട്, അതൊക്കെ ജസ്റ്റ് ഒന്ന് പോയാൽ മതി. പിന്നെ ഞാൻ വേറെ ഒന്നും, അതായത് പിന്നെ ഈവനിങ് സമയത്ത് സാധാരണ വീട്ടിൽ നിൽക്കുന്ന സമയമാണെങ്കിൽ ഈവനിങ് ആയിക്കോട്ടെ ഇല്ല ഡേ ടൈം ആയിക്കോട്ടെ, എപ്പോഴാണെങ്കിലും ഞാൻ പൗഡറോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും തന്നെ ഞാൻ യൂസ് ചെയ്യാറില്ല. പൊതുവേ ഞാൻ അങ്ങനെ ഇടാറില്ല. എവിടെയെങ്കിലും പോകുന്ന ടൈമിലായിരിക്കും ജസ്റ്റ് എന്തെങ്കിലും ഇടുന്ന ടൈമിൽ അങ്ങനെ എടുത്തുള്ളൂ. ഇപ്പോൾ ഡ്രൈ സ്കിന്ന് കൂടി ഈ ഒരു ഡിസംബർ ടൈമല്ലേ, അപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് ഡ്രൈ ഒന്നുകൂടി ആവുന്നുണ്ട്. ആ ഒരു മഞ്ഞും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്, ആ വെയിലും, അപ്പോൾ അതുകൊണ്ട് ഞാൻ കംപ്ലീറ്റ്ലി എല്ലാം മാറ്റി ഒന്നും തന്നെ ഇപ്പോൾ യൂസ് ചെയ്യാറില്ല കേട്ടോ. പിന്നെ എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവരും ന്യൂ ഇയർ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവരും അടിച്ചു പൊളിച്ച് എല്ലാവർക്കും ഒരു അടിപൊളി 2025 ഒരു അടിപൊളി ഇയർ ആവട്ടെ. എല്ലാ ഡ്രീമും കാര്യങ്ങളും ഒക്കെ എല്ലാവർക്കും അച്ചീവ് ചെയ്യാൻ പറ്റട്ടെ. അപ്പം എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ കേട്ടോ. നമ്മൾ ഒത്തിരി വീഡിയോസും കാര്യങ്ങളും ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. എനിക്ക് എഡിറ്റ് ചെയ്ത് ഇടാൻ പറ്റാത്ത തിരക്കുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇടാതെ പോകുന്നത്. അപ്പം പതുക്കെ നമ്മുടെ ഓരോ വീഡിയോസും വരുന്നതായിരിക്കും. പിന്നെ എന്താണ്, നിങ്ങളെല്ലാവരും വീട്ടിൽ നിൽക്കുന്ന ടൈമിൽ എങ്ങനെയാണ് ഹെയർ ഇങ്ങനെ ജസ്റ്റ് ഫ്രീ ഹെയർ ഇടാറാണോ അതോ ഇങ്ങനെ കെട്ടിവെക്കാറാണോ പതിവ്? എനിക്ക് കൂടുതലും പേഴ്സണലി എനിക്കിങ്ങനെ കെട്ടിവെക്കുന്നതാണ് ഇഷ്ടം. അപ്പം ഞാൻ കെട്ടിവെക്കാറാണ് കൂടുതലും ചെയ്യാറ്. ഒന്നെങ്കിൽ പോണിറ്റെയിൽ ഇല്ലാന്നുണ്ടെങ്കിൽ ക്രാമ്പ് എന്തെങ്കിലും വെച്ചിട്ട് മേളിലേക്ക് കെട്ടിവെക്കും കേട്ടോ. പിന്നെ ഞാൻ ഇവിടെ ഇരുന്ന് ഞാനിതെല്ലാം ചെയ്യുന്ന ടൈമിൽ വന്നിട്ട് എന്നെ ഇങ്ങനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുണ്ട്, നമ്മുടെ ഓറഞ്ചൂട്ടൻ. ഇവനെ നമ്മുടെ വീഡിയോസ് ആദ്യം പോലെ കാണുന്നവർക്കറിയാം ഓറഞ്ചൂട്ടിനെ. കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, 1 വർഷത്തിന് മേളിലായിട്ട് നമ്മുടെ കൂടെ ഉള്ള ആളാണ്. അപ്പോൾ കുറച്ച് നേരം അവൻ്റെ കൂടെയൊക്കെ അവിടെ ഇരുന്ന് ഞാൻ സംസാരിച്ചിരുന്നു. അതിനുശേഷം എൻ്റെ റൂമിൽ തന്നെയുള്ളൊരു മിററിൽ ഞാൻ കുറച്ച് ഷോ കാണിച്ചു. കാര്യം മിറർ എവിടെ ഉണ്ടെങ്കിലും നമ്മുടെ ഒരു ഇതാണല്ലോ, നമ്മളിങ്ങനെ നോക്കുമെന്നുള്ളത്. അപ്പം മിറർ എവിടെ കണ്ടാലും ഞാൻ നോക്കും. എനിക്കങ്ങനെ നോക്കുന്നൊരു എന്താ പറയുക, ഒരു ഇത്. അപ്പം അതൊക്കെ കഴിഞ്ഞ് ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ വർക്കം കഴിഞ്ഞ് ഉപേക്ഷിച്ചിട്ടിരിക്കുന്ന എൻ്റെ ലാപ്ടോപ്പ്. അതൊക്കെ ഞാൻ ലാപ്ടോപ്പിൻ്റെ മുന്നിൽ തലയും കുത്തി കിടക്കുന്ന എൻ്റെ ടെഡിക്കുട്ടനാണ്. അപ്പം ടെഡിക്കുട്ടൻ ഇവനെ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചറാക്കിന്ന് വേണം പറയാനായിട്ട്. കാര്യം അതിൻ്റെ ഇത് ഫുൾ കഴിഞ്ഞു. അതായത് ഞാൻ അതെൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ നല്ല ക്യൂട്ടായിരുന്നു. ഇപ്പം അതിൻ്റെ കുടൽമാലയൊക്കെ പറിച്ച് പുറത്തെടുത്തു എന്ന് വേണം പറയാനായിട്ട്. കാര്യം അതുപോലെ ഞാൻ അതിനെ കോളാക്കി വെച്ചേക്കുവാണ്. പക്ഷെ എന്നാലും അതെപ്പോഴും എൻ്റെ ബെഡിലുണ്ടാവും കേട്ടോ. പിന്നെ നമ്മൾ വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ നമ്മൾ അടുക്കളയിലേക്ക് വന്നു. ഒരു ചായ അമ്മ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ജസ്റ്റ് അത് ചൂടാക്കിയതേ ഉള്ളൂ. അന്ന് ചൂടാക്കി അങ്ങനെ ചായ ഒഴിച്ചു. ഒരു ചായ കുടിക്കാമെന്ന് പറഞ്ഞ് പോയിരിക്കുന്ന സമയത്താണ് ഭയങ്കര മൂഡ് ഓഫ്. എന്തിനാണെന്ന് അറിയണ്ടേ നിങ്ങൾക്ക്? ചായയുടെ കൂടെ കഴിക്കാനൊന്നുമില്ല. കട്ടനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം, കട്ടനാണ്. പിന്നെ ഈവനിങ് ടൈമിൽ നമ്മുടെ വീട്ടിൽ കട്ടനാണ്. ഇപ്പം ചായ ഉണ്ടെങ്കിൽ പോലും ഞാൻ ചായ കുടിക്കാറില്ല പൊതുവെ. എനിക്ക് അങ്ങനെ പാലൊഴിച്ച ചായ അത് ഇഷ്ടമല്ല കേട്ടോ, അതുകൊണ്ടാണ്. അപ്പം പക്ഷേ ചായയുടെ കൂടെ, അതായത് കട്ടൻ്റെ കൂടെ കഴിക്കാൻ എനിക്ക് എന്തെങ്കിലും സ്നാക്സ് വേണം. പക്ഷെ ഇന്ന് നോക്കിയപ്പോൾ സ്നാക്സ് എല്ലാം കഴിഞ്ഞു. അങ്ങനെ വിഷമിച്ചിരുന്നപ്പോഴാണ് അച്ഛൻ പുറത്തേക്ക് പോയിട്ട് വന്നു കഴിഞ്ഞപ്പോൾ നല്ല ചൂടുള്ള ദോശയും ചമ്മന്തിയും പിന്നെ എന്താ പറയുക ബീഫ് കുറുമയും വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ സാധനം
കിട്ടിയതോടെ അപ്പം തന്നെ ഞാൻ കാപ്പി കുടിച്ച് കുറച്ചായി, പകുതിയോളം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേഗം തന്നെ സാധനം കൈ കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ ഞാൻ എടുക്കൂ എന്ന് പറഞ്ഞിട്ട് അമ്മയെ കൊണ്ട് പ്ലേറ്റും കാര്യങ്ങളും ഒക്കെ എടുപ്പിച്ചിട്ട് പിന്നെ അത് കഴിക്കാനുള്ള തിടുക്കായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞാനും അച്ഛനും അമ്മയും കൂടി ഇരുന്നിട്ട് ആ ദോശയും ചമ്മന്തിയൊക്കെ അങ്ങ് തട്ടി വിട്ടു. അപ്പം അതൊക്കെ കഴിച്ചു കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി നോക്കിക്കഴിഞ്ഞപ്പോൾ അത്യാവശ്യം നേരം ഇരുട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ടൈം ഏകദേശം ഒരു 6:30 കഴിഞ്ഞ് 7 മണി ആകാറായിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളിതൊക്കെ കഴിച്ച് എഴുന്നേറ്റ് കഴിഞ്ഞപ്പം അത്യാവശ്യം ലേറ്റായി. കാര്യം എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം സംസാരവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടാണ് നമ്മളിരുന്ന് കഴിച്ചുകൊണ്ടിരുന്നത്. സാധാരണ കഴിക്കുമ്പോൾ സംസാരിക്കരുത് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ കഴിക്കുന്ന ടൈം അത്യാവശ്യം നല്ല രീതിക്ക് സംസാരിച്ചുകൊണ്ടായിരിക്കും കഴിക്കുന്നത്. അത് നമ്മുടെ ഹെൽത്തിന് നല്ലതാണോ ഇല്ലയെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ എന്തായാലും സംസാരം ഇല്ലാത്തൊരു ഡൈനിങ് ടേബിൾ ഇല്ലയെന്ന് വേണം പറയാനായിട്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ അത്രയേ ഉള്ളൂ. ഇന്നത്തെ ഈവനിങ് വ്ളോഗ് നമ്മളിവിടം കൊണ്ട് നിർത്തുവാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.